നമ്മളിടിച്ച് സൈലന്റ് ആവോ? ഞാൻ എന്റെ ഇൻട്രോ പറയട്ടെ. തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട്. Hello guys, welcome back to Slots with Purpose. ഓഹോ, ഒരു കയ്യടിയൊക്കെ ആവായിരുന്നു. അവരെവിടെ ഫുഡ് കഴിക്കുന്ന ഓക്കെ, ഇപ്പൊ സമയം 1 മണിയാകുമ്പോഴോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലം തപ്പി നടക്കുകയാണ്. അതെ, ഒരു മോളിന്റെ വീട്ടിലോട്ടാണ് പോണേ. മോളുടെ വീട്ടിൽ. ഓ, അത് ആ ജോക്ക് ഇത്രയായിട്ട് പറഞ്ഞ് മനസ്സിലായില്ലേ? മാമ പറയുന്നേ ജി മോൾ എന്ന് പറയുമ്പോ ഏതെങ്കിലും ഒരു മോളായിരിക്കും. മോള് കുഞ്ഞുകുട്ടി. യെസ്, നമ്മൾ എത്തിയിരിക്കുന്നു. മേ ബി ഈ റെസ്റ്റോറൻറ്റിലോട്ടേക്കും. രാസവതി പ്യൂർ വെജ് റെസ്റ്റോറൻറ്റ്. ഇൻ കേസ് നിങ്ങൾ വിചാരിക്കുവാണ് എന്തിനാണ് ശിവാനി ഇവിടേക്ക് വന്നതെന്നാണെങ്കിൽ I'll tell you soon. That means you're extra. പിന്നെ നമ്മളോടാണ് കളി. ഹലോ 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 എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്. നിങ്ങളുടെ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഒരു റെന്റ് കാർ എടുത്ത് പോകുമ്പോൾ ഉണ്ടാവുന്ന അനുഭവങ്ങൾ എന്താണെന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ്, വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടാകുന്ന നോക്കണം. അതുകൂടാതെ വണ്ടിക്ക് വേണ്ട പേപ്പറുകൾ, അതിൻ്റെ പൊല്യൂഷൻ പേപ്പർ ഉണ്ടാകുന്ന നോക്കണം. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്ന നോക്കണം. ഇത് പറയാൻ കാരണം, ഞങ്ങളൊരു യാത്രയാണത്. കണ്ണൂർ പോയപ്പോൾ ഉണ്ടായ അനുഭവമാണത്. ഒരു റെന്റ് കാർ ഒരു ഓൺലൈൻ വഴി ബുക്ക് ചെയ്തതാണ്. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ വളരെ ദുഃഖകരമാണ്. വണ്ടിയിൽ വേണ്ട സൗകര്യങ്ങളോ, അല്ലെങ്കിൽ പെട്രോൾ അടിക്കാൻ പോയപ്പോൾ വണ്ടിയുടെ പെട്രോൾ അടിക്കൽ ലിഡ് തുറക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് ഞങ്ങൾ കഷ്ടപ്പെട്ട് പെട്രോൾ അടിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. ഡോർ തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വിൻഡോ തുറക്കുന്നുണ്ടായില്ല. അപ്പൊ നിങ്ങൾ വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പൈസ ഒരിക്കലും ആദ്യം കൊടുക്കരുത്. പൈസ ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ആൾക്കാർ പിന്നെ വിളിച്ച ഫോളോ അപ്പ് ചെയ്യൂല. അപ്പൊ ഈ റെന്റ് കാറുകൾ ബുക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകും. അതുകൊണ്ട് ദയവായി എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ അടുത്ത യാത്ര ഭംഗിയാക്കാനും സുഗമാക്കാൻ വേണ്ടി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. താങ്ക് യു. കണ്ണൂരിലേക്ക് വരാനുള്ള മെയിൻ പർപ്പസ് ഈ ക്ഷേത്രമാണ്, ശ്രീ മൃദംഗേശ്വരി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമ്മളുടെ ഓരോ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ദേവിയാണ് ഇവിടെ ഉള്ളത്. അത് മാത്രമല്ല, പഴശ്ശിരാജാവിന്റെ കുടുംബക്ഷേത്രം എന്നും ഈ ക്ഷേത്രത്തിന് അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ സ്വന്തം കഥകളി എന്ന് പറഞ്ഞ ആർട്ട് ഫോം ഇവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തത്. ആകാശത്തിൽ നിന്നൊരു മൃദംഗം താഴെ വീണപ്പോൾ അങ്ങനെ ഉണ്ടായൊരു സ്ഥലമാണെന്നാണ് ഇവര് സങ്കല്പിക്കുന്നത്. അത് മാത്രമല്ല, ഈ ക്ഷേത്രത്തിന് പിന്നാലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കഥയുണ്ട്. DGP അലക്സാണ്ടർ ജേക്കബ് വഴി ഈ അമ്പലം കുറച്ചുകൂടി പോപ്പുലറൈസ് ആയിട്ടുണ്ട്. 3 കള്ളന്മാരുടെ കഥ ഒരു സിനിമയ്ക്ക് പറ്റിയ ഒരു സ്റ്റോറി ലൈൻ ആണ്. നിങ്ങൾക്ക് പോസ് ചെയ്ത് വേണമെങ്കിൽ ഇത് വായിച്ചു നോക്കാം. അമ്പലം വിസിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഒരു അടിപൊളി സ്ഥലത്ത് കയറി ഫുഡ് കഴിക്കാൻ.
ബി ഓണസ്റ്റ് എനിക്ക് ഗോവ വൈബ്സ് തോന്നുന്നത്. ഹലോ ഗൈസ്, അല്ല പിന്നെ അടുത്ത ലിഫ്റ്റിൽ പോകേണ്ടി വരും. അല്ല, അടുത്ത ലിഫ്റ്റിൽ കയറേണ്ടി വരും. കൊറേ നേരം പിടിച്ചിരുന്നു. സോ എല്ലാവർക്കും ഇന്നലത്തെ ദിവസത്തെ പറ്റി പറയാനുണ്ടോ? കുത്തിയേക്കണമെന്നില്ല, പറയാൻ അതൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ ഞങ്ങളുടെ അവസ്ഥ. അല്ല ഫൈറ്റ് മിസ്. എന്തിനും പറ്റിയാ? ഇത് നമ്മളിടിച്ച്